with me. അപ്പൊ എല്ലാരും ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുമല്ലേ? ഓണമൊക്കെ അല്ലേ, അപ്പം അഡ്വാൻസ് ഹാപ്പി ഓണം. അപ്പം ഞാൻ എന്താ ഒരുങ്ങി നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ നല്ല അടിപൊളി ഒരു ഹെയർ സ്റ്റൈലിൻ്റെ വീഡിയോ നമ്മുടെ ഷോർട്സിൽ വന്നിട്ടുണ്ട്. അപ്പം അതൊന്ന് പോയി കാണണേ. അപ്പം ഞാൻ അതിനകത്തൊരു താവണി പോലാണ് എടുത്തേക്കുന്നത്. അപ്പം അത് ഞാൻ എൻ്റെ കയ്യിലുള്ള പല പല ഡ്രസ്സിൽ നിന്ന് ഞാൻ എടുത്ത കുറച്ച് സാധനങ്ങളും മാച്ച് ചെയ്ത് ഞാൻ കൊടുത്ത ധാവണി. അപ്പം നിങ്ങൾക്ക് കൂടെ അത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പം വീട്ടിലുള്ള പല പല ഡ്രസ്സിൽ നിന്ന് ഓരോന്ന് എടുത്ത് നമുക്ക് എങ്ങനെ ഒരു അടിപൊളി ധാവണി ആക്കാം, അല്ലെങ്കിൽ അടിപൊളി ഒരു ഡ്രസ്സ് പുതിയതാക്കാം എന്ന് നമുക്ക് നോക്കിയാലോ. അപ്പോൾ നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. ഞാൻ ആദ്യം തന്നെ കാണിക്കാൻ പോകുന്നുണ്ടല്ലോ എൻ്റെ ഒരു സാരി ബ്ലൗസ് ആട്ടോ. എനിക്ക് തോന്നുന്നു ഇത് 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഓണത്തിന് എന്തോ, അല്ലെങ്കിൽ +1 ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഓണത്തിന് എന്തോ അമ്പലത്തിൽ കൊടുക്കാൻ ഞാൻ സാരി വേണം, സാരിയുടെ ബ്ലൗസ് എനിക്ക് തയ്ക്കണം എന്ന് പറഞ്ഞു. അപ്പം തയ്ച്ച ഒരു ബ്ലൗസ് ആട്ടോ. അതെനിക്ക് ഇപ്പോഴും ഓക്കെ, ഇടയ്ക്ക് എപ്പോഴും ഞാൻ ഒന്ന് സ്റ്റിച്ച് അഴിച്ചായിരുന്നു, വേറെ വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ല. അപ്പം ഞാൻ ബ്ലൗസ് ആയിട്ട് ഇതാട്ടോ യൂസ് ചെയ്തേക്കുന്നത്. അടുത്ത് നമ്മളിതേ സെറ്റിന്റെ പാവാട ഉണ്ടല്ലോ നമ്മുടെ, അതാട്ടോ എടുത്തേക്കുന്നത്. ഇത് ഞാൻ എപ്പോഴും തയ്പ്പിച്ചു, എനിക്ക് ഓർമ്മയില്ല കറക്റ്റ്. എനിക്ക് അത്യാവശ്യം നല്ല ഇപ്പം നീളമൊക്കെ ഉണ്ട്. അതാട്ടോ ഞാൻ എടുത്തേക്കുന്നത് സെറ്റിന്റെ പാവാട. എല്ലാവരുടെയും കാണുമല്ലോ സെറ്റിന്റെ പാവാടയൊക്കെ. ഇപ്പം എല്ലാവരുടെയും ട്രെൻഡൊക്കെ അല്ലേ സെറ്റിന്റെ പാവാട, അജ്രക്കിന്റെ ഒക്കെ ടോപ്പ് അല്ലേ. അപ്പം ഒരു സെറ്റിന്റെ പാവാട ആട്ടോ ഞാൻ എടുത്തേക്കുന്നത്. അടുത്തത് നമ്മൾ എടുത്തേക്കുന്നത് എന്താണെന്നറിയാമോ? അമ്മമാരുടെ സെറ്റും മുണ്ടില് നേരിയതുണ്ടല്ലോ, സെറ്റും മുണ്ടിൽ നേരിയ നമ്മളിങ്ങനെ ഇവിടെ ഇടുന്നത്, അതാട്ടോ എടുത്തേക്കുന്നത്. ഗോൾഡൻ കളറാട്ടോ എടുത്തേക്കുന്നത്. എനിക്കൊന്ന് സെറ്റിന്റെ പാവാട ഗോൾഡൻ, അപ്പം ഗോൾഡന്റെ ഇതായിരിക്കും ആട്ടോ നല്ല മാച്ചിങ് ആയിട്ട് വരിക. എൻ്റെ അമ്മ ഇതുവരെ അറിഞ്ഞിട്ടില്ല ഞാൻ അമ്മയുടെ സെറ്റും മുണ്ടും എടുത്തത്. ഈ വീഡിയോ വരുമ്പോഴായിരിക്കും അമ്മ അറിയുന്നത് ഞാൻ അമ്മയുടെ സെറ്റും മുണ്ടേലും കൈ വെച്ചു എന്നുള്ളത്. അതിനോടെ കിട്ടുമായിരിക്കും. അത് പോട്ടെ, നമ്മുടെ കാര്യത്തിലോട്ട് വരാം. അപ്പൊ ഇതും നമ്മുടെ ബ്ലൗസും പാവാടയായിട്ട് നമുക്കൊന്ന് പെയർ ചെയ്ത് നോക്കിയാലോ, നല്ല ഭംഗിയായിരിക്കും. അപ്പം നമ്മുടെ വീട്ടിലുള്ള പല പല ഡ്രസ്സ് വെച്ച് നമ്മൾ നല്ല ഒരു ഡ്രസ്സ് നമ്മൾ ഈ ഓണത്തിന് പെയർ ചെയ്യാൻ പോവാ. നിങ്ങൾ റെഡിയല്ലേ? അപ്പം നമുക്ക് ഇട്ട് നോക്കാവേ. അപ്പൊ ഇതാട്ടോ നമ്മുടെ ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ട്? നല്ല ഭംഗിയുണ്ടോ? കമന്റ് ചെയ്യണം കേട്ടോ, ഇത് നല്ല ഭംഗിയുണ്ടോ ഇല്ലയോ എന്നൊക്കെ. പറനിറയെ പൊന്നളക്കും പൗർണമിരാവായി, പടിഞ്ഞാറേ പൂപ്പാടം അഴകിൻ പാൽക്കടലായി. പറനിറയെ പൊന്നളക്കും പൗർണമിരാവായി, പടിഞ്ഞാറേ പൂപ്പാടം അഴകിൻ പാൽക്കടലായി. അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ സ്റ്റേ ട്യൂൺ. ബൈ.